യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് പ്രതിദിനം 100 മുതൽ 135 വരെ കപ്പലുകൾ സ്വതന്ത്രമായി സഞ്ചരിച്ച ഹോർമൂസ് കടലിടുക്കിലൂടെ മാർച്ച് 1 മുതൽ 15 വരെയുള്ള രണ്ടാഴ്ച കാലയളവിൽ വെറും 89 കപ്പലുകൾ മാത്രമാണ് കടന്നുപോയത്. അതിൽ തന്നെ കേവലം 16 എണ്ണം മാത്രമാണ് എണ്ണ ടാങ്കറുകൾ. ഗതാഗതത്തിലുണ്ടായ ഈ വൻ ഇടിവ് ആഗോള വിതരണ ശൃംഖലയെ ബാധിച്ചിട്ടുണ്ടെങ്കിലും ഇറാൻ തങ്ങളുടെ എണ്ണ കയറ്റുമതി പൂർണ്ണമായും നിർത്തിവെച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാരിടൈം ഡേറ്റ ഏജൻസികളായ ലോയിഡ് ലിസ്റ്റ്, കെപ്ലർ എന്നിവ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം മാർച്ച് ആദ്യവാരം മുതൽ ഇതുവരെ ഇറാൻ 16 ദശലക്ഷം ബാരലിലധികം എണ്ണ കയറ്റുമതി ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര ഉപരോധങ്ങളെയും യുദ്ധ സാഹചര്യങ്ങളെയും മറികടക്കാൻ ഇറാൻ ഉപയോഗിക്കുന്നത് ഡാർക്ക് കപ്പലുകളെയാണ്. തങ്ങളുടെ ലൊക്കേഷൻ വ്യക്തമാക്കുന്ന ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ഓഫ് ചെയ്ത് റഡാറുകളിൽ പെടാതെ രഹസ്യമായി സഞ്ചരിക്കുന്ന ഇത്തരം കപ്പലുകൾ വഴിയാണ് ഇറാൻ എണ്ണ വിപണിയിലെത്തിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ കണ്ണുവെട്ടിച്ച് ചൈനയിലേക്കും മറ്റും എണ്ണ എത്തിക്കാൻ ഈ ഷാഡോ ഫ്ലീറ്റ് സംവിധാനം ഇറാനെ സഹായിക്കുന്നു. യുദ്ധം രൂക്ഷമാണെങ്കിലും ഇറാനുമായി അടുത്ത നയതന്ത്ര ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾ തങ്ങളുടെ കപ്പലുകൾ സുരക്ഷിതമായി കടത്തിവിടുന്നതിൽ വിജയിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഇന്ത്യയുടെ ഇടപെടലാണ്. LPG വഹിച്ചുകൊണ്ട് ഇന്ത്യയുടെ ശിവാലിക്, നന്ദാദേവി എന്നീ കപ്പലുകൾ മാർച്ച് 13-14 തീയതികളിൽ ഹോർമൂസ് കടലിടുക്ക് വിജയകരമായി പിന്നിട്ടു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ വ്യക്തമാക്കിയതുപോലെ ഇറാനുമായി നടത്തിയ ഉന്നതതല ചർച്ചയാണ് ഈ സുരക്ഷ ഉറപ്പാക്കിയത്. ഊർജ്ജ ആവശ്യങ്ങൾക്കായി പശ്ചിമേഷ്യയെ വലിയ തോതിൽ ആശ്രയിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ നയതന്ത്ര വിജയം നിർണായകമാണ്.